ടിക്കറ്റ് ഒരു ടോക്കൺ എന്ന സാമൂഹിക സന്ദേശവുമായി ബോളാഗോളം ജൂലൈ 3 തിയേറ്ററുകളിലെത്തി. മലബാറിൻ്റെ മണ്ണിൽ പന്ത് തട്ടുമ്പോൾ ഉയരുന്നത് കളി ആവേശം മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും ബന്ധങ്ങളും കൂടിയാണെന്ന് സിനിമയിൽ പ്രതിപാദിക്കുന്നു. വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും കേക്ക് മുറിച്ച് സിനിമയുടെ വിജയം ആഘോഷിച്ചു. ജുനൈസ് കാപ്പ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത സിനിമയിലെ ഇതിവൃത്തം ഒരു ഗ്രാമീണ പ്രദേശത്തിന്റെ നഷ്ടപ്പെട്ട മൈതാനം തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ചിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഗ്രൗണ്ട് നേടുന്നതിനായി വിനിയോഗിക്കും. ഫുട്ബോളിന്റെ ആത്മാവും ഗ്രാമീണ ജീവിതത്തിന്റെ സൗഹാർദ്ദവും നൊമ്പരങ്ങളും പ്രതീക്ഷകളും പോരാട്ടവും പ്രണയവും കോർത്തിണക്കിയാണ് കളിയും ജീവിതവും പരസ്പരം പാസ് ചെയ്ത് കാഴ്ചയുടെ വലകുലുക്കുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഞാൻ ജുനൈസ് കാപ്പ്, ബോളാഗോളം എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററും ഡയറക്ടറാണ്. ബോളാഗോളം ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂത്ത് ഡെവലപ്മെന്റ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. യൂത്ത് ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീനേജ് കൗമാരക്കാരായ പ്രായക്കാർ 48% ഡ്രഗ് അഡിക്റ്റ് ആയപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്, കുട്ടികളെ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത്. കാരണം ഗവൺമെന്റ് കണ്ടെത്തുന്നത് കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഡ്രഗ് തന്നെ വേണമെന്നില്ല. അവർക്ക് പോസിറ്റീവായിട്ട് പല ലഹരികളിലും ഉണ്ട്. അപ്പോൾ അതിൽ അവർ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. ആ സ്പോർട്സിൽ അവരെ ഇൻവോൾവ് ചെയ്യുന്നു. പിന്നെ BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ 5% ആയിട്ട് അത് ചുരുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട്. പിന്നെ സ്പോർട്സിൽ ആ രാജ്യം തന്നെ ഒരുപാട് മുന്നേറുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു റോൾ മോഡലിനെ, അത്തരം ഒരു ആശയത്തെ മലപ്പുറത്തിന്റെ ഒരു ഗ്രാമത്തിൽ അപ്ലൈ ചെയ്യുന്നതും ആ കോച്ചിന്റെയും ശിഷ്യന്റെയും ആത്മബന്ധത്തിലൂടെ, എന്ന് വെച്ചാൽ പന്ത് കൊണ്ടുള്ള, ബ്ലഡ് കൊണ്ടുള്ള, പന്ത് കൊണ്ടുള്ള ആത്മബന്ധത്തിലൂടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ബോളാഗോളം എന്ന സിനിമ. നാടിന്റെയും ഒരു ഗ്രൗണ്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. സൗഹൃദവും സ്നേഹവും പ്രണയവും ലഹരിയോടുള്ള എതിർപ്പൊക്കെ നടത്തിയിട്ടുള്ള ഒരു 1.5 മൂവിയാണത്. മാക്സിമം എല്ലാവരും തിയേറ്റർ തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. പടം നമ്മള് ഫുട്ബോളിനെ കുറിച്ചാണ്. മലപ്പുറത്തിന്റെ കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്തെ ശരിക്കും നടന്നൊരു സ്റ്റോറിനെ ആസ്പദമാക്കിയിട്ടാണ് സ്റ്റോറിയൊക്കെ പോകുന്നത്, സിനിമയുടെ സ്റ്റോറി പോകുന്നത്. തികച്ചും ഒരു സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കൂടാതെ ഒരു സോഷ്യൽ മെസ്സേജ് കൂടി കൊടുക്കുന്നൊരു സിനിമയാണ്. പിന്നെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ കഥയുമായിട്ട് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബന്ധമുണ്ട്. കാരണം കാപ്പ് എന്ന നാട്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൗണ്ടിൻ്റെ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. വില്ലിയൻ സ്റ്റാർസ് എന്ന നമ്മുടെ ടീമിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട് ഇത് സിനിമ ആവുന്ന സമയത്ത് അതിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഓരോ വാർഡിലും ഒരു കളിക്കളം എന്ന പദ്ധതിയിലേക്ക് ഒരു നാടിന്റെ പോരാട്ടത്തെ ചേർത്ത് വെച്ച് അവസാനിക്കുന്നു സിനിമ. പത്മശ്രീ IM വിജയന്റെ സോഷ്യൽ മീഡിയ പേജ് മുഖേനയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത്. സൂപ്പർ സൂപ്പർ നല്ലൊരു പടം. നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാണേണ്ടതാണ്. നമ്മളെ ഓരോ രക്ഷിതാക്കളും നമ്മളെ കുട്ടികളിപ്പോൾ ഫുട്ബോള് നടന്നുകൊടുക്കുന്ന കാലമാണ്, കാണിച്ചു കൊടുക്കണം. കുടുംബസമേതം വന്നിട്ട് നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരുപാട് മെസ്സേജ് നൽകും. ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ്. ഒരുപാട് സന്തോഷം. നമ്മൾ ഇതുവരെ ഒരുപാട് വർക്കുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ നാട്ടുകാർ ചെയ്ത ഒരു വർക്കായിട്ട് സൂപ്പറായിട്ടുണ്ട്. വളരെ നല്ല പടം, നല്ല കഥ, സംഭാഷണം, വളരെയധികം എന്താ പറയുക, വളരെ ഫീൽ തോന്നുന്നു, വളരെയധികം ഫീൽ തോന്നുന്ന നല്ലൊരു ഫിലിമാണ്. ക്യാമറ എല്ലാ സെറ്റപ്പോടും കൂടി, തിരക്കഥ, സംഭാഷണമൊക്കെ വളരെയധികം, അഭിനയിച്ചവരെല്ലാം വളരെയധികം. ക്യാമറമാനൊക്കെ പ്രത്യേകം പറയണം, നമ്മുടെ പണ്ടത്തെ ഷൗക്കത്തിനൊക്കെ പ്രത്യേകം പറയണം. അതിൽ പ്രൊഡക്ഷനാവാൻ പറ്റിയ ഷൗക്കത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. ഓക്കെ, നല്ല പടം, നല്ല ഫിലിം. ഈ ലഹരിക്കെതിരെയും അതുപോലെ ഫുട്ബോള്, കുട്ടികളെ കാൽപന്ത് കളി, അതിനെ കുറിച്ച് നല്ലൊരു പടമായിരുന്നു. നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പാട്ട് അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളിലും നമുക്കൊരു ബോർ തോന്നിയിട്ടില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആന്റിലോട്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PT അബ്ദുൽ സലീം നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഖിൽ പ്രഭാകർ, കൈലാഷ്, ആലിയ, ഉണ്ണി നായർ, കാശിനാഥ്, ലത അനിൽ, ലാല മലപ്പുറം, നസീർ ഷിക്കു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഛായാഗ്രഹണം ഷമീർ ജിബ്രാൻ, എഡിറ്റിംഗ് അഭിഷേക് അയ്യനേത്ത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.